ഞാൻ തന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്റെ അച്ഛനെ താനാണ് കൊല്ലിച്ചെന്നറിഞ്ഞ ശേഷം ഞാൻ പിന്നെ തന്നെ കണ്ടിട്ടില്ലല്ലോ. മോനെ, ഞാനും നിന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. തന്റെ ഭാഗത്ത് എന്ത് ശരിയാണോ ഉള്ളത്? താനൊരു ഒറ്റ ഒരുത്തനാ എനിക്കും എന്റെ അമ്മയ്ക്കൊക്കെ എല്ലാം നഷ്ടപ്പെടുത്തിയത്. അങ്ങനെ പറയരുത് മോനെ. സുന്ദരിയായ നിന്റെ അമ്മയെ മോന്റെ അച്ഛന് കല്യാണം കഴിച്ചു കൊടുത്തത് ചില നിബന്ധനകളോടെയാ. കല്യാണത്തിന് മുൻപേ ഞാൻ പറഞ്ഞതാ, കല്യാണം കഴിഞ്ഞ കമലേശ്വരം തറവാടും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കമ്പനിയും ദുർഗയുടെ പേരിൽ എഴുതി വെക്കണമെന്ന്. എന്നാൽ കല്യാണം കഴിഞ്ഞ ശേഷം വിശ്വനാഥൻ കാലുമാറി. ശരിക്കു പറഞ്ഞാൽ കണ്ണനേക്കാളും സ്വാർത്ഥനായിരുന്നു മോന്റെ അച്ഛൻ. മരിച്ചുപോയ അച്ഛനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. അതറിയാനുള്ള പ്രായം എനിക്കന്നായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അന്ന് കല്യാണത്തിന് മുമ്പ് വിശ്വനാഥൻ തന്ന വാക്ക് പാലിക്കാതെ വന്നപ്പോ ഞാൻ അവരുമായിട്ട് ഉടക്കി. ആ സമയത്ത് മോന്റെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയാവോ? കമലേശൻ തറവാടും ബാക്കി ബിസിനസ്സും ഒക്കെ കണ്ണന്റെ അമ്മയുടെ പേരിലാണെന്ന്. അതുകൊണ്ട് അതല്ല കണ്ണൻ അവകാശപ്പെട്ടതാണ്. തറവാടും കൺസ്ട്രക്ഷൻ കമ്പനിയും കഴിഞ്ഞാലും അതിൻ്റെ ഇരട്ടയുടെ ഇരട്ടി സമ്പാദ്യമുണ്ട് മോന്റെ അച്ഛന്. എന്നിട്ടും അയാൾ മോന്റെ അമ്മയ്ക്ക് ഒന്നും കൊടുക്കാൻ തയ്യാറായില്ല. ബിസിനസ് കൊടുക്കുന്നില്ല, വേണ്ട. മോന്റെ അമ്മ ഇപ്പൊ താമസിക്കുന്ന വീടും പറമ്പും പോലും കൊടുക്കാൻ അയാൾ ഒരുക്കമല്ലായിരുന്നു. അതിന്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ശക്തമായ ഉടക്കുണ്ടായി. ഞാൻ മോന്റെ അച്ഛൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചു. അതോടെ അടുത്ത ദിവസം മുതൽ കമ്പനിയിൽ വരണ്ടെന്ന് വിശ്വനാഥൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്നിട്ടും ഞാനവനെ വെറുത്തില്ല. വീണ്ടും ചെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ ഇനി എൻ്റെ വീടും കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പടിയും ചവിട്ടരുതെന്ന് അന്ന് എനിക്ക് അവൻ അന്ത്യശാസനം നൽകി. അതോടെ എനിക്കും പകയായി. അങ്ങനെ മോൻ്റെ അച്ഛന് ഞാൻ കൊട്ടേഷൻ കൊടുത്തത്. നിങ്ങൾ പറയുന്ന മാത്രം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ മോനെ, മോൻ്റെ അച്ഛൻ്റേത് രണ്ടാം ഘട്ടമായിരുന്നു. എന്നാൽ ദുർഗയുടേത് അങ്ങനെ ആയിരുന്നില്ല. അന്ന് അവൾക്ക് വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യമുണ്ടായിരുന്നു നിന്റെ അമ്മയ്ക്ക്. അതുകൊണ്ട് പല കാശുകാരെ അവിടെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നതാ. അപ്പോഴൊക്കെ ഞാനതിനെ എതിർത്തിട്ട് വിശ്വനാഥന് വേണ്ടി വാദിക്കുകയായിരുന്നു. അതൊക്കെ അവനെ കണ്ടിട്ട് മാത്രമല്ല, അവൻ്റെ സ്വത്തും ബിസിനസ്സും കണ്ടിട്ട് തന്നെയാ. എന്നാൽ കണ്ണനെ നോക്കുന്ന ഒരു നോട്ടക്കാരി മാത്രമായി എൻ്റെ പെങ്ങൾ മാറിയപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അന്നത്തെ പ്രായത്തിൽ ഞാനൊരു കടുങ്കൈ ചെയ്തത്. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം വർഷങ്ങൾക്ക് ശേഷം സത്യങ്ങളെല്ലാവരും തിരിച്ചറിഞ്ഞിട്ടാ നിങ്ങൾ പിടിക്കപ്പെട്ടത്. അങ്ങനെ ദൈവം നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വേണം കരുതാൻ. എനിക്കിനിയൊന്നും പറയാനില്ല മോനെ. ഞാൻ പറഞ്ഞതെല്ലാം പച്ച പരമാർത്ഥം തന്നെയാണ്. എൻ്റെ പെങ്ങൾക്കും അവരുടെ മക്കൾക്കും വേണ്ടിയിട്ട് ഞാനെന്നും വാദിച്ചിട്ടേ ഉള്ളൂ. കൂട്ടത്തിൽ എനിക്കും നേട്ടം ഉണ്ടാവുന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അത് ശരിയാ. പക്ഷേ എല്ലാത്തിനും നേരെ വിശ്വനാഥൻ മുഖം തിരിച്ചപ്പോഴാ സർവസ്വത്തുക്കളും നിന്റെ അമ്മയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു ചതി ചെയ്തത്. എന്നിട്ട് കിട്ടിയല്ലോ, എല്ലാം കിട്ടിയല്ലോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മോനും മാസാമാസം കിട്ടുന്ന വലിയ തുക പോലും കിട്ടത്തില്ല. സ്വാതിയുടെ കല്യാണവും കണ്ണേട്ടൻ നടത്തത്തില്ല. അറിയാം മോനെ, ആ ഷോക്കിൽ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയാ ഞാൻ കിടക്കുന്നത്. നിങ്ങൾക്കിവിടെ കിടന്നാൽ മതി. നിങ്ങൾ കാരണം നിങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല, എനിക്കും എൻ്റെ അമ്മയ്ക്കുമാണ് എല്ലാം നഷ്ടപ്പെട്ടത്. ആകെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഭാര്യ വീട്ടിലെ സ്വത്തായിരുന്നു. ഇനിയിപ്പോ പ്രതാപചന്ദ്രൻ എന്ന കൂട്ടുകക്ഷിക്ക് കേസ് മാന്യമായിട്ട് നടത്തണമെങ്കിൽ ഉള്ളതെല്ലാം വിറ്റു തുളയ്ക്കണമല്ലോ. അങ്ങനെ അതും പോയി കിട്ടി.
അമ്മാവനും അമ്മായച്ചനും എന്റെ ഭാവി തൊലച്ചു. അതിൽ നന്ദിയുണ്ട് കേട്ടോ.